ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥി സാധ്യത പട്ടികയുമായിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നു. തൃശൂരിൽ VS സുനിൽകുമാറിനെയും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെയുമാണ് പരിഗണിക്കുന്നത്. വയനാട്ടിൽ ആനി രാജയ്ക്ക് സാധ്യതയുണ്ട്. മാവേലിക്കരയിൽ AIYF നേതാവ് CA അരുൺകുമാറാണ് പരിഗണനയിലുള്ളത്. ഈ മാസം 10, 11 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ അന്തിമ ധാരണയാകും. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഈ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ തൃശ്ശൂരിൽ ആര് സ്ഥാനാർത്ഥിയാകും? അത് ഇടതുമുന്നണിയുടെ കാര്യത്തിൽ CPIM ആ സീറ്റ് എടുക്കുമോ, അതോ VS സുനിൽകുമാർ തന്നെയാകുമോ? VS സുനിൽകുമാർ തന്നെയാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ചർച്ചകളെല്ലാം തന്നെ പുരോഗമിച്ചിരുന്നത്. അത് അങ്ങനെ തന്നെയാണ് എന്നുള്ള ഒരു തീരുമാനം എത്തിയിട്ടുണ്ടോ ഇപ്പോൾ? സ്മിത, ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നെന്ന് പറയുന്നത് 4 സീറ്റുകൾ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ തിരക്കിട്ട ആലോചനകൾ CPIയിൽ ആരംഭിച്ചതാണ്. മാത്രവുമല്ല, ഈ സ്ഥാനാർത്ഥി നിർണയം വളരെ പെട്ടെന്ന് തന്നെ നടത്തണമെന്നുള്ള ആവശ്യവും മുൻപ് ചേർന്ന CPM സംസ്ഥാന കൗൺസിലിൽ ഉയരുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് CPI കടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിൽ ആര് മത്സരിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി വരുമ്പോൾ അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയാണെങ്കിൽ അതേ രീതിയിലുള്ള തുല്യ ശക്തിയിലുള്ള ഒരു സ്ഥാനാർത്ഥി വരണം എന്നുള്ളതായിരുന്നു CPIയിലെ ഭൂരിപക്ഷ അഭിപ്രായം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആനി രാജയെ പരിഗണിക്കാൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആനി രാജയ്ക്കാണ് വയനാട്ടിൽ സാധ്യത എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആനി രാജയാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തോട് അടുത്ത ബന്ധം, മാത്രവുമല്ല മറ്റ് ആനുകൂല്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് CPI പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റാർ മണ്ഡലമായി CPI വിലയിരുത്തുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ നമുക്കറിയാം, BJP ആണെങ്കിൽ ഒരു ക്ലൈമാക്സിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ദേശീയ നേതാക്കളാണെന്നുള്ള സൂചനകൾ ഇന്ന് പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും ആ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ പന്ന്യൻ രവീന്ദ്രനെ പോലെ ഒരു ജനകീയ മുഖം അത് പരീക്ഷിക്കാം എന്നുള്ളതാണ് CPI ഇപ്പോൾ വിലയിരുത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, പന്ന്യനാണെങ്കിൽ സ്വാഭാവികമായും പ്രാദേശിക തലത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾക്ക് സ്ഥാനമുണ്ടാകില്ല. പാർട്ടിക്കകത്ത് നിന്ന് വലിയ തരത്തിൽ പിൻബലം അല്ലെങ്കിൽ പിന്തുണയുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനിലേക്ക് ആ പേരിലേക്ക് തന്നെ CPI വരുന്നുണ്ട്. മറ്റൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂരെ നമുക്കറിയാം, തൃശ്ശൂരിൽ നേരത്തെ തന്നെ VS സുനിൽകുമാറിനെ സംബന്ധിച്ചുള്ള പ്രചരണങ്ങൾ തുടങ്ങിയതാണ്. തൃശ്ശൂരും BJP സ്റ്റാർ ക്ലാസ് മണ്ഡലമായി കാണുന്നു. സുരേഷ് ഗോപി തന്നെയാകുമെന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ VS സുനിൽകുമാറിന്റെ ജനകീയ മുഖം, അതല്ലെങ്കിൽ VS സുനിൽകുമാറിന് അവിടെയുള്ള ആളുകളുമായുള്ള അടുത്ത ബന്ധം, അതടക്കമുള്ള കാര്യങ്ങൾ നേട്ടമാകും എന്നുള്ള വിലയിരുത്തൽ CPI സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് VS സുനിൽകുമാറിലേക്ക് അക്കാര്യം എത്തുന്നത്. മാവേലിക്കരയെ സംബന്ധിച്ച് AIYF നേതാവ് CA അരുൺകുമാർ, അത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പേരായിരുന്നു. അത് ആ പേരിലേക്ക് നേരത്തെ ചിറ്റയം എന്നുള്ള പേരൊക്കെ ഉയർന്നു കേട്ടെങ്കിൽ പോലും ഒടുവിൽ ഇപ്പോൾ CPI എത്തി നിൽക്കുന്നത് അരുൺകുമാറിലേക്ക് തന്നെയാണ്. അരുൺകുമാർ ആകുമ്പോൾ സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശമാണ്, അതും പരിഗണിക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ നിലവിൽ ഇപ്പോൾ CPI സംബന്ധിച്ചിട്ടുണ്ട്. ഏതായാലും പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ CPI സംബന്ധിച്ച് സജീവമാക്കാനുള്ള നിർദ്ദേശമുണ്ട്. 10, 11 തീയതികളിൽ CPIയുടെ സംസ്ഥാന കൗൺസിൽ ചേരുകയാണ്. സംസ്ഥാന കൗൺസിലിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. CPIM 10, 11 സംസ്ഥാന നേതൃയോഗങ്ങൾ തുടരുകയാണ്. അവിടെയും CPMന്റെ സീറ്റുകളുടെ കാര്യത്തിലും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും തീരുമാനം ആ യോഗങ്ങളിൽ ഉണ്ടാകും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേർന്നത്.